ഈ മഷ്റൂം മസാലയ്ക്ക് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഇടത്തരം സൈസ് തക്കാളി വേണം. ഇത് തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ തക്കാളിയാണ് ഈ മഷ്റൂം മസാല ഗ്രേവിക്ക് വേണ്ടി നല്ലത്. പിന്നെ മഷ്റൂംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് ബട്ടൺ മഷ്റൂംസ് അല്ലെങ്കിൽ സ്വിസ് ബ്രൗൺ മഷ്റൂംസ്. ഇതിൽ രണ്ടിലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടും മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാറുണ്ട്. 400 ഗ്രാം മഷ്റൂം വേണം. അപ്പോൾ രണ്ടും ആണെങ്കിൽ 200 ഗ്രാം വെച്ചിട്ട്. വൈറ്റ് ബട്ടൺ മഷ്റൂം മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഒരുപാട് കനം കുറഞ്ഞും സ്ലൈസ് ചെയ്യണ്ട, കുറച്ചൊരു കനം വേണം. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ തന്നെ അരച്ചെടുത്തതാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ഒഴിച്ച് അത് ചൂടായപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ടൊന്ന് വഴച്ചെടുക്കണം. അപ്പോൾ ഈ ഡിഷിന് ഓലിവ് ഓയിൽ നന്നായിട്ട് ചേരും. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അങ്ങനെ വല്ലതും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട. നന്നായിട്ട് വഴണ്ട് 1 മിനിറ്റിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് ഒരു മീഡിയം ഹീറ്റിൽ കണ്ടിന്യൂ ചെയ്ത് സോട്ടേ ചെയ്ത് നമുക്ക് അതൊരു മിനിറ്റ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഇതേ സമയത്ത് മറ്റൊരു അടുപ്പിൽ നോൺ സ്റ്റിക്ക് പാനിൽ 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കി ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് ചുരുങ്ങി കിട്ടും. ഒന്ന് ഫ്രൈ ആയി ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുമ്പോൾ അതിലത്തെ ലിക്വിഡ്സൊക്കെ ഇതിൽ ഇറങ്ങി വരും. കുറച്ച് നേരം കൂടി ഫ്രൈ ചെയ്യുമ്പോൾ അതൊന്ന് വറ്റി വരും. എന്നാലും കുറച്ച് ലിക്വിഡൊക്കെ ബാക്കി ഉണ്ടാവും. അത് കുഴപ്പമില്ല, അത് മാറ്റി വെച്ചാൽ മതി സൈഡിൽ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റി നല്ല പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതിൽ ചേർന്ന് വരണം ഒരു 2 മിനിറ്റ്. അപ്പോൾ ഈ ഗ്രേവി നല്ല ടേസ്റ്റിയും നല്ല പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആ തൊലി കളയണത്. തൊലി കളയാൻ മടിയുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും തൊലി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് ഇതായതിന് ശേഷം നമുക്ക് ആ ഫ്രൈ ചെയ്ത മഷ്റൂമും അതിൽ വന്നിരിക്കുന്ന കുറച്ച് ലിക്വിഡ്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഹിമലയൻ സോൾട്ട് ക്രിസ്റ്റൽസ് 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് എപ്പോഴും ആദ്യം കുറവ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കറിക്ക് ഉപ്പ് സൂക്ഷിച്ച് വേണം കേട്ടോ ചേർക്കാൻ. അപ്പോൾ ഇനി സ്പൈസസ് ചേർക്കാം. 1 മുതൽ 2 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടി വേണ്ട, കാരണം ഇതിൽ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മട്ടൻ മസാലപ്പൊടി. ഏതെങ്കിലും മട്ടൻ മസാലപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നല്ല മട്ടൻ മസാല വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിടുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റാണ് ഈ മഷ്റൂം മസാലക്കറിക്ക്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ കുത്തൊന്നും മാറിയാൽ മതി. പിന്നെ ഒരു ചെറിയ തണ്ട് ഫ്രഷ് പുതിനയില നന്നായി കൊത്തിയരിഞ്ഞതും, 2 തണ്ട് മല്ലിയില. ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് 1 2 കപ്പ് വരെ ആവാം. പിന്നെ ഇതിൻ്റെ ഗ്രേവി എന്ന് വെച്ചാൽ കുറച്ചൊരു തിക്കായിരിക്കണം, ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കാം, മൂടി വയ്ക്കാം. എന്നിട്ട് 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്രേവി നന്നായിട്ട് കുറഞ്ഞ് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും. നല്ലൊരു മണവുമായിരിക്കും. കുറച്ചും കൂടി നേരം തുറന്ന് വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിരിക്കും. നല്ല ചപ്പാത്തി അല്ലെങ്കിൽ വൈറ്റ് റൈസ്, ഫ്രൈഡ് റൈസ്, പുലാവ് ഇതിനായിട്ടൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു മഷ്റൂം മസാല ഗ്രേവി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.